സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ വിവാദം ചൂടുപിടിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും സ്ത്രീകൾ ആയതുകൊണ്ട് മാത്രം സിനിമയെടുക്കാൻ പണം നൽകരുതെന്നുമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. അടൂരിനെതിരെ വിമർശനവുമായി മന്ത്രി KR ബിന്ദു രംഗത്ത് വന്നു. വിശ്വ ചലച്ചിത്ര വേദിയിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയവിശാലത ഉണ്ടാകണമെന്നും മനുഷ്യനാകണമെന്നുമായിരുന്നു മന്ത്രിയുടെ FB പോസ്റ്റ്. അടൂരിന്റെ പരാമർശത്തിൽ സംവിധായകൻ ഡോക്ടർ ബിജുവും രംഗത്തെത്തി. യാതൊരു പരിശീലനവും ഇല്ലാതെ സർഗശേഷി മാത്രം കൈമുതലാക്കിയ അനേകം മനുഷ്യന്മാർക്ക് ഈ നാട്ടിൽ സിനിമ ചെയ്യാമെങ്കിൽ അതേപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വനിതകൾക്കും സിനിമ ചെയ്യാം. ഈ വിഭാഗത്തിൽപ്പെട്ടവരെ നോക്കിക്കാണാൻ ഒരു പ്രത്യേക കണ്ണാടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്നാണ് സംവിധായകൻ ഡോക്ടർ ബിജു ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ സിനിമാ കോൺക്ലേവിലെ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി നൽകി. പൊതുപ്രവർത്തകൻ ദിനു വെയിൽ ആണ് പരാതി നൽകിയത്. SC/ST വിഭാഗത്തിലെ ആളുകൾ പൊതുവെ കള്ളന്മാരോ കുറ്റവാളികളോ അഴിമതി ചെയ്യാൻ സാധ്യത ഉള്ളവരായിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം ചിത്രീകരിക്കുന്നതെന്ന് ദിനു വെയിൽ പറഞ്ഞു. SC/ST വിഭാഗത്തിനായി നീക്കിവെക്കുന്ന ഫണ്ട് കറപ്റ്റഡ് ആകാൻ സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. SC/ST സമൂഹത്തിലെ ആളുകൾ ധാർമ്മികതയും സത്യസന്ധതയും ഇല്ലാത്തവരാണെന്നുള്ള ചിന്ത ഈ പ്രസ്താവനയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം പരാമർശം നടത്തിയാൽ ഈ ജനാധിപത്യ രാജ്യത്ത് അതിനെതിരെ നിയമ നടപടി ഉണ്ടാകണം എന്നും ദിനു വെയിൽ പ്രതികരിച്ചു. ഏതൊരു വ്യക്തിക്കും ഏതൊരു സംവിധാനത്തിനകത്തെ അഴിമതിയോ അല്ലെങ്കിൽ ആ പദ്ധതികൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചോ പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത് SC/ST വിഭാഗത്തിനായി നീക്കിവെക്കുന്ന ഫണ്ട് കറപ്റ്റഡ് ആകാൻ സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഇത്തരം മുൻവിധികൾ SC/ST വിഭാഗത്തിലെ ആളുകൾ പൊതുവെ കള്ളന്മാരോ കുറ്റവാളികളോ അഴിമതി ചെയ്യാൻ സാധ്യത ഉള്ളവരോ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിന്റെ സെക്ഷൻ 3(1)(u)ൽ പറയുന്ന അനിഷ്ടം പ്രോത്സാഹിപ്പിക്കൽ കുറ്റത്തിന് വിധേയമാണ്. SC/ST വിഭാഗത്തിലെ ആളുകൾ KSFDC കൊടുക്കുന്ന പണം എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. SC/ST സമൂഹത്തിലെ ആളുകൾ ധാർമ്മികതയും സത്യസന്ധതയും ഇല്ലാത്തവരാണെന്നുള്ള ചിന്ത ഈ പ്രസ്താവനയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ നാട്ടിലെ മറ്റ് എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി മുലക്കരം അടക്കം മറ്റു അനേകം കാര്യങ്ങൾ ഒടുക്കേണ്ടി വന്ന വിഭാഗത്തോടാണോ പൊതുസമ്പത്തിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുന്നത്? ഞങ്ങളെ കള്ളന്മാരാക്കിയും മോഷ്ടാക്കളാക്കിയും ചിത്രീകരിക്കുന്ന പരാമർശം നടത്തിയാൽ ഈ ജനാധിപത്യ രാജ്യത്ത് അതിനെതിരെ നിയമ നടപടി ഉണ്ടാകണം. ദിനു വെയിലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും SC/ST കമ്മീഷനിലും ദിനു വെയിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അടൂർ വിവാദ പ്രസ്താവന നടത്തിയത്. സിനിമാ നിർമ്മാതാക്കൾ സ്ത്രീകൾക്കും ദളിത് വിഭാഗക്കാർക്കും സർക്കാർ നൽകുന്ന ഫണ്ടിലായിരുന്നു വിവാദ പരാമർശം. സർക്കാരിന്റെ ഫണ്ടിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് 3 മാസത്തെ ഇൻസെന്റീവ് ട്രെയിനിങ് കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അടൂരിന്റെ ഈ പരാമർശത്തിനെതിരെ സംവിധായക ശ്രുതി ശരണ്യയും രംഗത്തെത്തിയിരുന്നു. അടൂരിനുള്ള മറുപടി കുറിപ്പ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് ശ്രുതി തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തങ്ങൾക്കാർക്കും സിനിമ ചെയ്യാൻ സർക്കാർ വെറുതെ 1.5 കോടി തന്നതല്ലെന്നും ഏകദേശം 1 വർഷത്തോളം നീണ്ടുനിന്ന 4ഓളം റൗണ്ടുകളായുണ്ടായ മത്സരത്തിലൂടെയാണ് തിരക്കഥകൾ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും അവർ കുറിച്ചു. 1.5 കോടി ആരുടെയും സ്വകാര്യ അക്കൗണ്ടിലേക്കല്ല, KSFDCയുടെ അക്കൗണ്ടിലേക്കാണ് സർക്കാർ നിക്ഷേപിക്കുന്നത്. സിനിമയുടെ നിർമ്മാണ നിർവഹണം മുഴുവനും KSFDCയുടെ ചുമതലയാണ്. അതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. മാത്രമല്ല ഈ സിനിമകൾ തങ്ങൾക്ക് ലഭിച്ച പ്രതിഫലത്തിനേക്കാൾ കൂടുതൽ തുക കയ്യിൽ നിന്നും ചിലവായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു.